ഹലോ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ബീഫ് വാങ്ങാറേ ഇല്ല. പക്ഷേ ഇന്ന് നമുക്ക് തൊട്ടടുത്ത് ഹക്കീക്കത്തിൻ്റെ ഒരു വകയിൽ കിട്ടിയതാണ് കേട്ടോ. ഈ ബീഫ് മുസ്ലിംസിനൊക്കെ അറിയാം. കുട്ടികളൊക്കെ ചെറുതുണ്ടായാൽ മുസ്ലിംസൊക്കെ ഇങ്ങനെ കഴിയുന്ന ആൾക്കാർ ഒരെണ്ണത്തിന് അറുത്ത് കുടുംബത്തിലും ബന്ധത്തിലൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. നമ്മൾ ഈ ബീഫ് ഇവിടെ വീട്ടിൽ വാങ്ങാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് അറിയാം, ബീഫിൻ്റെ കാശും പോകും, ഹോസ്പിറ്റൽ ബില്ല്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന പൈസ ഒക്കെ എന്തായാലും വേണ്ടിയിരുന്നു മൂപ്പർക്കറിയാം. അതുകൊണ്ട് ബീഫ് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചിക്കനും കൊണ്ട് വരും കേട്ടോ. കാരണം എനിക്കാണ് പ്രശ്നം, ചിക്കൻ കഴിച്ചാൽ ഞാൻ ബീഫ് കണ്ട ഒരു കഷ്ണമൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അതാകെ പ്രശ്നമാണ്. 2 പ്രാവശ്യം കൊണ്ട് 3 പ്രാവശ്യം കണ്ടോ സീനായി ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ ഒരിക്കലും കഴിക്കരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞതാട്ടോ. അപ്പോൾ നമ്മുടെ പുറം ഭാഗം തടിച്ച് വരുന്നത് പോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശ്വാസകോശമൊക്കെ തടിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ശ്വാസത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മളിവിടെ അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹസ്ബൻഡിനും മക്കൾക്കും അവർക്കും ഇത് കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവരിത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കൂല, എവിടെന്നെങ്കിലുമൊക്കെ കഴിക്കുക. കാരണം ഞാനിങ്ങനെ 2 പ്രാവശ്യം പണിയൊപ്പിച്ചതുകൊണ്ട് അവർക്കൊരു പേടിയാണ്, പറഞ്ഞാലും കഴിക്കുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ കയ്യിൽ തന്നെ ഇത് കിട്ടിയതുകൊണ്ട് ഞാനിത് കൊണ്ടുവന്ന് വെച്ച് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ബീഫൊക്കെ അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.